ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് തന്നെയാണ്. എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് വരുന്നത്. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ചുമയൊക്കെ ആയിരുന്നു കഴിഞ്ഞ വീക്കിലെല്ലാം. അതുകൊണ്ടായിരുന്നു വീഡിയോസ് എല്ലാം കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. ഡെയിലി റുട്ടീൻസ് എല്ലാം ഡിസോർഡർ ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ അലാറം വെച്ച് എഴുന്നേക്കാൻ വേണ്ടി നോക്കിയത്. പക്ഷെ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയിപ്പോയി. എന്നാലും കുഴപ്പമില്ല. ഞാൻ ഡെയിലി ഇങ്ങനെ റേഡിയോ കേൾക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. ഇന്ന് വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഓൺ ചെയ്തതാണ്. അല്ലാണ്ട് എനിക്കിങ്ങനെ ഭയങ്കര ഓവർ സൗണ്ട് ഒന്നും എനിക്ക് ഇഷ്ടമല്ല ഇപ്പോൾ. പക്ഷെ മലയാളികൾ ഒരുപാടുണ്ട് കേട്ടോ. ഈ റേഡിയോ കേൾക്കുന്നവർ ഭയങ്കര ഫാൻസ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നമ്മൾ താമസിക്കുന്നത് ഹോർലാൻഡ്സിലാണ്. അപ്പോൾ ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. കുറച്ച് താഴേക്കൂടെ ആട്ടോ പോവുക. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കി നിൽക്കലാണ് എൻ്റെ ഹോബി. ഇപ്പോൾ സമയം ഒരു 11:30 കേട്ടോ. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതിൻ്റെ മുന്നേ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ച് ട്രാവലിംഗ് അധികം ഉണ്ടായതുകൊണ്ട് ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഫ്രണ്ട്സിനെ എല്ലാം മീറ്റ് ചെയ്ത് ഞാൻ തിരിച്ച് എൻ്റെ റൂമിൽ തന്നെ എത്തി. അവിടുത്തെ വീഡിയോസ് ഞാൻ എടുക്കാത്തത് പ്രൈവസി കാരണമാണ്. വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാർക്കിൽ വന്നതാണ്. ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷം കേട്ടോ ഞാൻ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വയ്യായിരുന്നു. ഇപ്പോഴും അത്യാവശ്യം തണുപ്പും അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കുറച്ചൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്തു. ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ എനിക്ക് അധികം മെയിൽ അനങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. ഞാൻ എപ്പോൾ വീഡിയോസ് ഇടുന്ന സമയത്താണെങ്കിലും ഈ ഒരു പാർക്കിൽ വരുന്ന വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്കിത് കണ്ട് ബോറടിക്കുന്നുണ്ടെങ്കിൽ അത് എന്തായാലും പറയണം. ഇനി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും പറയണം. നിങ്ങൾ കമൻ്റൊക്കെ ചെയ്യുന്ന സമയത്താണ് എനിക്കും വീഡിയോസൊക്കെ എടുക്കാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവുക. എൻ്റെ റൂമിലധികം വെളിച്ചില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് വീഡിയോസ് എടുക്കാൻ നല്ല ഇഷ്ടമാണ്. റൂമിലാണെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ക്ലൈമറ്റ് എല്ലാം തണുപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെയിലത്തൊക്കെ ഒന്ന് ഇരിക്കാന്ന് കരുതി. വർക്കൗട്ട് എല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രഷായി. അതിനിടയ്ക്ക് ഞാൻ വെറുതെ ഒന്ന് ജനൽ തുറന്നായിരുന്നു. പക്ഷേ ഒടുക്കത്തെ തണുപ്പുണ്ടായിരുന്നു ആ സമയത്ത്. ഇറ്റെല്ലാം 13 ഡിഗ്രി അല്ലെങ്കിൽ 14, 15 അങ്ങനെയൊക്കെയാണ് കേട്ടോ തണുപ്പുണ്ടാവാറുള്ളത്. ദുബായിൽ അതൊക്കെ ഭയങ്കര കൂടുതലാണ്. വൈറ്റ് ടേബിൾ ആയതുകൊണ്ട് തന്നെ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷേ ഭംഗിയുണ്ടാവും കാണാൻ. ഞാൻ പുറത്തു പോവാണ്. എനിക്ക് കുറച്ച് ബുക്സും കാര്യങ്ങളെല്ലാം വാങ്ങിക്കണം. ഞാനൊരു ജേണൽ ബുക്ക് തപ്പി ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷെ അത് കുറച്ച് റേറ്റ് കൂടുതലായതുകൊണ്ട് വാങ്ങിച്ചില്ല. ഇതെല്ലാം സാധാ നോട്ട്സ് ആണ്. പക്ഷെ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ നോട്ട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് നേരെ പോയത് ഒരു ബുക്ക് സ്റ്റാളിലേക്കാണ് കേട്ടോ. കരാമയുള്ള ഒരു ബുക്ക് സ്റ്റാളാണിത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ വരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇക്കിഗായ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബുക്ക് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഒരുപാട് ബുക്ക് വായിക്കുന്ന ആളൊന്നുമല്ല. എന്നാലും എൻ്റെ കയ്യിൽ കിട്ടുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ബുക്കൊക്കെ ഞാൻ വായിക്കാറുണ്ട്. ഡിക്ഷണറിയൊക്കെ വെച്ച് ഇതൊന്ന് വായിച്ച് തീർക്കണം എന്നുണ്ട്. മലയാളം ബുക്സ് ആകെ 1-2 ഉള്ളായിരുന്നു. പക്ഷെ അത് എൻ്റെ ടൈപ്പ് ബുക്കും അല്ല. ഇപ്പൊ ഒരുപാട് മലയാളം നല്ല നോവൽസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. എല്ലാത്തിന്റെയും പേരറിയാം, പക്ഷെ ഒന്നും വായിക്കാൻ പറ്റിയിട്ടില്ല.
അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. വയനാടൻ പോത്തുംകാല് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കരാമയിലുള്ള മലബാർ പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ വന്നതാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, പക്ഷെ കുറച്ച് റേറ്റ് കൂടുതലാണ്. 65 ദിർഹമായിരുന്നു റേറ്റ്. പക്ഷെ ഇതിനേക്കാൾ കുറഞ്ഞ വേറെ ഷോപ്പിലൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു ഫ്രണ്ട്സ്. ഇതിന്റെ കൂടെ പൊറോട്ടയും വെള്ളയപ്പൊക്കെ ആയിരുന്നു ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു 2-3-4 പേർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും. ഈ ഒരു ഷോപ്പിന്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നേരത്തെ കയറിയ ബുക്ക് സ്റ്റാളിന്റെ ഡീറ്റെയിൽസോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ഡെയിലി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയണം. നല്ലതാണെങ്കിൽ അതും പറയണം. നിങ്ങൾ കമന്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ മോട്ടിവേഷൻ കിട്ടുക. എനിക്കിതുപോലെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനാണ് ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ആണ് എന്നൊക്കെ നിങ്ങൾ എന്തായാലും ഒന്ന് പറയണം എൻ്റെ അടുത്ത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.